എല്ലാം മറന്നൊരു ജീവിതം. ഇതൊന്നും കാണാൻ എനിക്ക് വയ്യേ. ഒരു ഉമ്മ തന്നോളൂ. ഹായ് ഗായ്സ്, ഐ ആം പിന്നെ ബാക്ക്. അപ്പൊ ചന്ദനമഴ കണ്ട് ഇപ്പൊ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കി കഥ അറിയാണ്ട് എനിക്കൊരു മനസ്സമാധാനം ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സമാധാനം ഉണ്ടോ? ഇല്ലാന്ന് എനിക്കറിയാം. അതാണ് നമ്മുടെ എപ്പിസോഡ് 2-ൽ ഒരുപാട് പേര് ചേട്ടാ പാർട്ട് 3 എപ്പോൾ വരും എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ പാർട്ട് 3 ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് പാർട്ട് 2-ൽ നമ്മൾ കമന്റ് ഇടുന്നവരിൽ നിന്നും 2 പേർക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ സെലക്ട് ചെയ്യുന്ന ടൈമായി. സ്ക്രീൻ റെക്കോർഡിംഗ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാം. സ്റ്റോപ്പറാ. ആദ്യത്തെ വിജയി അൽഫ മരിയാണ്. അൽഫ മരിയ, ഒന്നില്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇടാം, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഈ കമന്റ് ഇട്ടത് താങ്കളാണെന്നും അതേപോലെ തന്നെ നിങ്ങളുടെ സ്വിഗ്ഗി ഓർ സൊമാറ്റോ അഡ്രസ്സും എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അടുത്ത വിന്നറെ സെലക്ട് ചെയ്യാം. നമുക്ക് 10,000 കമന്റ്സ് വന്നിരുന്നേ. അപ്പൊ ഇത് ഞാൻ സ്ക്രോൾ ചെയ്ത് ആർക്കാ കിട്ടാന്ന് നമുക്ക് അറിയില്ല. പ്ലീസ് പാർട്ട് 3 എന്ന് കമന്റ് ഇട്ട സഫ്വാൻ ആണ് അടുത്ത വിജയി. അപ്പൊ സഫ്വാൻ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. അപ്പോ ഈ ബിരിയാണി കിട്ടാത്തവർ വിഷമിക്കേണ്ട. ഈ വീഡിയോയിൽ കമന്റ് ഇടുന്നവരിൽ നിന്നും 2 പേർക്ക്, അല്ല 3 പേർക്ക് ഞാൻ ഷവർമ വാങ്ങിച്ചു തരുന്നതാണ്. അപ്പോൾ വേഗം കമന്റ് ഇടാം. പിന്നെ നമ്മളുടെ ഈ കൊച്ചു ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താണ് എനിക്ക് ഇങ്ങനെ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള മോട്ടിവേഷൻ കിട്ടുക. അപ്പോൾ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഞാൻ അത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നല്ലേ. ഈ ചന്ദനമഴയുടെ എപ്പിസോഡ് 40 തൊട്ട് 66 വരെ ഒന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യില്ലേ? പ്ലീസ് കമന്റ് ഇടണേ, പ്ലീസ്. ഓക്കെ, ഇടണേ. ഓക്കെ, അപ്പോ സംസാരിച്ചതിന് സമയം കളയുന്നില്ല. ചന്ദനമഴയിലെ അമൃതയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാൻ ആകാംക്ഷയുണ്ട്. സോ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. എന്താ ഇത്? കാരണത്തടി കിട്ടി കരഞ്ഞിരിക്കുന്ന അമൃതയുടെ അടുത്ത് വന്നിട്ട് ഉമ്രുളാദേവി പറയും, നിനക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു വീട്ടിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാണെന്ന് അറിയാമോ നിനക്ക്? എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞുതരോ? എന്റെ മകന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, അവന് വെച്ച് വിളമ്പാൻ, ഓ അവന്റെ വസ്ത്രങ്ങൾ അലക്കി വെക്കാൻ. അങ്ങനെ പറ. ഇന്നിപ്പോ അവൻ ആഹാരം കഴിക്കാതെ പോയി. നീ കാരണം. അമൂൽ ബേബി ഭക്ഷണം കഴിക്കാത്തതിന് എങ്ങനെയാണ് എന്റെ പാവ അമൃത കൊച്ചു കാരണമാവണേ? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയൂ. ഇവള് വിളമ്പി കൊടുത്താലേ അവൻ കഴിക്കൂ. അതാവും കറക്റ്റാ. എന്താ നിനക്ക് ഇവിടെ ഒരു കുറവ്? അപ്പൊ മധുമതി വന്നിട്ട് പറയും, ഒരു പെൺകുട്ടിക്ക് കിട്ടാതെ പോകുന്ന ധാരാളം കുറവുകൾ. എന്നാലും എന്തായിരിക്കും? പറ അങ്ങോട്ട്. ഭാര്യ എന്ന നിലയിൽ ലഭിക്കാതെ പോകുന്ന കുറവുകൾ. ഞാൻ ഉദ്ദേശിച്ച എങ്ങനെ ആയിരിക്കും? പറയട്ടെ ഞാൻ. ഉമ്രുളാദേവിയുടെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം ഇത് തന്നെ. മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാ സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നത്? തെറ്റ് ചെയ്തത് അർജുനല്ല, നീയാ ഊർമിളെ. അപ്പൊ മധുമതി പറയും, തെറ്റ് ചെയ്തു നീ ശിവകാമി. ഒരു കാരണവും കൂടാതെ അർജുൻ അവളെ തല്ലില്ല. എല്ലാം തോറ്റു കഴിയുമ്പോ ഉമ്രുളാദേവിയുടെ ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ട്. ഉമ്രുള അത് പറയും, മധുമതി ഇതിൽ തലയിടണ്ട. അങ്ങനെ ഉമ്രുളാദേവി സത്യം അറിയും. നെസ്ക്ലേറ്റ് വാങ്ങിച്ചത് നമ്മുടെ അഞ്ജലിയാണ്. ഇതൊന്നും അറിയാണ്ടാണ് അമൃതനെ അർജുൻ അടിച്ചതെന്ന്. അർജുൻ നിന്നെ തല്ലിയോ? അപ്പൊ നമ്മൾ വിചാരിക്കും ഉമ്രുളാദേവി നേരെ അഞ്ജലിനെ പോയി ചീത്ത പറയുന്നത്. പക്ഷെ ഉമ്രുളാദേവി ചെയ്തത് എന്താണെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഏത് വിഷയവും 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങണം. എല്ലാരും കേട്ടില്ലേ? 4 ചുവരിന്റെ ഉള്ളിൽ ഒതുങ്ങണം. തല കുനിക്കാതെ നിന്ന് ശീലിച്ചതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാണ്. ഉമ്രുളാദേവിനെ ഞാനിപ്പോ തല കുനിപ്പിക്കാം. ഉമ്രുളാദേവി ഏത് നെസ്ക്ലേറ്റ് ഇട്ടാണ്? ചത്താലും ഞാൻ നോക്കിട്ട് പറയില്ലടാ തെണ്ടികളെ. മറ്റൊരാളുടെ മുന്നിൽ വെച്ച് എന്റെ മകൻ തെറ്റുകാരനാണെന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. യോ നല്ല അമ്മ. മക്കൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം. നിന്റെ കുടുംബകാര്യത്തിൽ ഞാൻ ഇടപെടുകയല്ല. ഇതിന്റെ ഇടയ്ക്ക് ഇയാള് പറയും, എന്താ നീ അമൃതയിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്? നല്ല വല്യച്ഛന്മാരായി ഇങ്ങനെ വേണം. നീ അവളെ സ്നേഹിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും അമൃത എന്ന് നീ അവളെ സ്നേഹത്തോടെ വിളിച്ചാൽ മതി. അത് കഴിയുമ്പോ ഉമ്രുളാദേവിയും അർജുനെ അത്യാവശ്യമായിട്ട് വിളിച്ചിട്ട് ഉപദേശിക്കും. ഞാനിനി അവളെ തല്ലില്ല, സത്യം. അങ്ങനെ അർജുൻ നന്നാവും. അർജുൻ അമൃത പ്രണയം പൂവണിയും. അടുത്ത് വാ. ഇത്ര പെട്ടെന്ന്? സോ ഫാസ്റ്റാ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കും. ഇനി വിശ്വസിക്കാം. ശരിക്കും എല്ലാം മറന്നൊരു ജീവിതം കഴിയും നിനക്ക്. നീയല്ലേ മറക്കണ്ടേ? ഇഷ്ടം മാത്രമേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിക്കില്ല. എന്ത് വേണമെങ്കിലും എന്നോട് പറയണം. അങ്ങനെ അവരൊന്നിക്കുകയാണ് ഗായ്സ്, ഒന്നിക്കുകയാണ്. അമൃതയുടെ ഇഷ്ടത്തിലൂടെ ഞാൻ സഞ്ചരിക്കാം. ശരിക്കും എനിക്ക് നാണോ? ആ വഴി തെറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമൃതയ്ക്ക് സ്റ്റൂൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അർജുന്റെ എത്ര പൊക്കം വെക്കോ? വിവാഹം കഴിഞ്ഞപ്പോ ഭർത്താവിനെ കുറിച്ച്
എന്തൊക്കെയായിരുന്നു സങ്കല്പങ്ങൾ? ഇനി അമൃതയുടെ ഭർത്താവിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആരോരും ഇല്ലാത്ത എനിക്ക് കൂട്ട് ഞാൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിക്കണം. അത് റിസ്കാ. ഓഫീസിൽ പോകുമ്പോ എന്നെ നോക്കി ടാറ്റ പറയണം. പോ. ബ്ലാക്ക് ടീ സന്തോഷത്തോടെ കുടിക്കണം. മൊത്തം റിസ്ക് എലമെന്റിന്റെ കളികളാ. എന്നെ കളിയാക്കരുത്. എന്തുവാ? കൈ കോർത്തു പിടിച്ച് നടക്കണം. സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഈ ആള് എന്റേതാന്ന് നാട്ടുകാരുടെ മുമ്പിൽ ഗമ കാണിക്കാനാ. കൈ കോർത്ത് പിടിച്ചുകൊണ്ടൊരു യാത്ര. ഈശ്വര, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചാ അമ്മ വഴക്ക് പറയില്ലേ? അല്ല, അന്നിന് അമ്മ വഴക്ക് പറയണേ. അമ്മ കാണില്ലല്ലോ. കസവ് സാരി, സെറ്റ് സാരി, തലയിൽ മുല്ലപ്പൂ ചൂടി, സീമന്തരേഖയിലെ കുങ്കുമം തൊട്ട്. സീമന്തരേഖയിൽ കുങ്കുമം തൊടാൻ പറഞ്ഞപ്പോ ഇത്രയും കുങ്കുമം കമിഴ്ത്തൊന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, കൈ എടുക്ക. പുറത്തിറങ്ങുമ്പോ അമ്മയും മറ്റോ കാണില്ല. കൈ പിടിച്ചവരെ സീന ഈ തള്ള സമ്മതിക്കൂല. എങ്ങോട്ടാ പോകേണ്ടത്? പറ, സ്ഥലം പറ. എന്റെ ഗണപതി ക്ഷേത്രത്തിൽ. കപ്പിളായിട്ട് പോകാൻ പറ്റിയ സ്ഥലം അമ്പലം. അത് കഴിഞ്ഞിട്ട് അർജുന അമൃതേനെ കൊണ്ട് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും. ഭഗവാനെ, അമ്പലത്തിൽ കൊണ്ടുപോകും. അയ്യോ വേണ്ട. പിന്നെ കടല് കാണാൻ പോവും. വേറൊരു വലിയ തിര. പിന്നെ പ്രണയം. ലലലാ, ലലാ. ഇതൊന്നും കാണാൻ എനിക്ക് വയ്യേ. അങ്ങനെ കടലില് കളിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോ രണ്ടുപേരും ഐസ്ക്രീം കഴിക്കും. എനിക്ക് വയ്യ. കുറച്ച് കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ കാറിൽ പോയിട്ട് അർജുൻ കാർ നിർത്തും. എന്താ ഇവിടെ? ഐസ്ക്രീം വാങ്ങിച്ച സ്ഥലത്ത് പൈസ ബാലൻസ് വാങ്ങാൻ പറഞ്ഞ. ഒരു ഉമ്മ തന്നോളൂ. ഉമ്മയാ? കാറില. അയ്യേ, റോഡിൽ വെച്ചോ? എന്റെ പൊന്നമൃത, ആരും കാണില്ല. കാറല്ല, കൊടുക്കങ്ങോട്ട്. കണ്ണടച്ചോ, ആരും കാണില്ല. നാണോ? ഇത് സ്വപ്നായിരുന്നാ? എന്റെ 2 മണിക്കൂർ പോയി. ഒരാളെ പറ്റിക്കാണ്. അമൃത, എനിക്ക് ദേഷ്യം വേണ്ടിട്ടാ. ഒരു എപ്പിസോഡ് മൊത്തം സ്വപ്നമാ. നാളെ കളിയാക്കാം. നീ സ്വപ്നം കാണുന്നുണ്ടാവും നിന്നെ സ്നേഹിച്ചിന്റെ ആളിച്ച് ഞാൻ ജീവിക്കുമെന്ന്. നിന്നെ കൊന്നാലോ? കള്ളപ്പന്നി നന്നാവൂല. ഇനി മേലിൽ എന്റെ മുന്നിൽ ഈ മുഖവുമായി വന്ന് നിൽക്കരുത്. ഇനി നിനക്ക് വേണ്ടിട്ട് അമൃത പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വരാടാ, ഫേസ് മാറ്റാൻ. അന്ന് അവസാനിപ്പിക്കും നിന്നെ ഞാൻ. ഇനി അടിക്കില്ല എന്നാണ് അമ്മയുടെ അടുത്ത് വാക്ക് കൊടുത്തത്. ഇനി അടിക്കില്ല അമ്മേ, ഇനി ഇടിക്കുള്ളൂ. ഇത് കൊണ്ടുവരാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ. ദി നെക്സ്റ്റ് ഡേ നീ ആദ്യം ടൈ കെട്ടിപ്പടിക്കും, എന്നിട്ട് അവളെ ഉപദേശിക്കും. എനിക്കായി നിന്റെ സേവനം ആവശ്യമില്ല. ആ എന്നിട്ട് ഭർത്താവോ? ആ വാക്കെന്റെ മുന്നിൽ നിന്ന് ഉച്ചരിക്കരുത്. അത് ശരിയാ. നീ ഇങ്ങോട്ട് ഭർത്താവെന്ന് വിളിക്കണ്ട, മൊണ്ണേന്ന് വിളിക്കും. വേസ്റ്റ്. നീ വെറും വേസ്റ്റാ. അപ്പൊ നീയോ? അമ്മയോട് പറയാ ഈ ബന്ധം വേണ്ടെന്ന്. ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. അത് പോയിന്റ്. എന്തോ സീരിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഇട്ടാ ഇപ്പൊ അമൃതേനെ അടിക്കും. ഈ പാവയാ. ഇത് കണ്ടോ, കുഞ്ഞിലെ അമ്മ വാങ്ങി തന്നതാ. അമ്മ ചെറുപ്പത്തിൽ വാങ്ങിച്ചു തന്ന സാധനം നീ 30 കൊല്ലം സൂക്ഷിച്ചു വെച്ചോടാ. വാങ്ങി തരുന്നതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവൻ വിചാരിച്ചത് അമൃത എന്തോ പാവയാണെന്നാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ പാവാമൃത കൊച്ചു എന്ത് ചെയ്യാനാ? പാവയെ നോക്കി നിന്ന് കരി, വേറെ ഒന്നും ചെയ്യാനില്ല. നീ മഹാറാണിയാവൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മായാവതി വർഷനോട് പറയും, നിന്നെ ദേശായി കുടുംബത്തിലെ മഹാറാണിയാക്കുന്നു. ഇതാരാ നിലം തുടക്കണേ? സിസിലി ചേച്ചിയാ?
ഇതെന്റെ ഉമ്മറുള്ള ദേവി അല്ലേ? വേണ്ട, എന്റെ ഉമ്മറുള്ള ദേവി ഇങ്ങനെയല്ല. മാലയും വളയും കമ്മലും എല്ലാം ഇല്ലാതെ എനിക്ക് എന്റെ ഉമ്മറുള്ള ദേവിനെ കാണണ്ട. മര്യാദയ്ക്ക് വന്ന നല്ല ഭംഗിയുണ്ട്. ഉള്ള മേക്കപ്പ് സാധനമൊക്കെ ഇട്ടിട്ട് എന്ത് പോലെ വരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു തമാശ തരാം. പാരലൽ യൂണിവേഴ്സിലെ ബെഡായി ബംഗ്ലാവ്, സോറി ദേശായി കുടുംബം. ഇവിടെ ചവറുണ്ടെന്ന് വർഷ പറഞ്ഞാൽ അതാണ് ശരി. ശരി മാഡം. ഉമ്മറുള്ള വേലക്കാരി, വർഷ അവിടുത്തെ മഹാറാണി. ഉമ്മറുള്ള വർഷയുടെ കാല് പിടിച്ച് തീരുമാണ്. ഞാനാണ് ഈ വീട്ടിലെ മഹാറാണി. എന്തൊരു സ്വപ്നം കാണലാണ് വർഷ. സ്വപ്നത്തിനൊക്കെ ഒരു പരിധിയില്ലേ? എന്ത് ജോലി ചെയ്താലും ഒരു വൃത്തി വേണ്ടേ? അങ്ങനെ വർഷം ഇങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ ഇരുന്ന് കണ്ണ് തുറക്കുമ്പോ ഉമ്മറുള്ള. അത് കഴിഞ്ഞ് നമ്മുടെ ദേശായി ബംഗ്ലാവില് ഒരു പൂച്ച നടക്കാൻ പോവാണ്. മ്യാവ് മ്യാവ് പൂച്ചല്ല, പൂജ. അപ്പൊ പൂച്ചയ്ക്ക് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ അമൃത ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അത് അങ്ങോട്ട് കയറി നിൽക്കും. ഇത് നമ്മുടെ അഞ്ജലി കാണും. അഞ്ജലി 1 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കണേ. അഞ്ജലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓടി വന്നിട്ട് അമൃതയുടെ സ്റ്റൂൾ അങ്ങോട്ട് തട്ടിയിടും. സ്റ്റൂള് തട്ടിയിട്ട് അഞ്ജലി പിന്നെയും ആ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോഴേക്കുമാണ് അമൃത മറിഞ്ഞ് വീഴണത്. അമൃത മറിഞ്ഞ് വീഴുമ്പോ ഡോറിന്റെ ഉള്ളിൽ കൂടെ നടന്നു വന്ന് അർജുന്റെ മേത്തേക്ക് വീഴും. എന്നിട്ട് രണ്ടുപേരും ഒരു 5 മിനിറ്റ് അവിടെ കിടന്ന് ശയന പ്രദർശനം നടത്തും. അവിടെ ഇറക്കൊന്നുമില്ലല്ലോടേ. പിന്നെ എന്തിനാ കിടന്ന് ഉരുളണേ? അവൻ എവിടെയെങ്കിലും കിടന്നൊന്നും ഉരുളട്ടടാ. അത് പോയിന്റ് ഉരുണ്ടോ. ആരെങ്കിലും സ്റ്റൂൾ പിടിക്കാൻ നിർത്തിയിട്ട് വേണ്ടേ അതിന്റെ മുകളിൽ കയറാൻ? അമൃത അപ്പോ സ്റ്റൂളൊന്നും പിടിക്കണ്ട, എനിക്കത് ഇഷ്ടായി. നല്ല ഉരുളായിരുന്നു. അമൃതയ്ക്ക് ഒരു ഉരുളലിൽ എന്തൊക്കെയായിട്ടാ. ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിയുമ്പോ നമ്മുടെ അഭിഷേക് വർഷയ്ക്ക് ഒരു ബാഗ് വാങ്ങിച്ചു കൊടുക്കും. എന്തൊരു സ്നേഹമുള്ള ഭർത്താവ് ഈ അഭിഷേക്. ഇതാ അമ്മയുടെ ചികിത്സയ്ക്ക്. സ്വാമി മായാവതിനോട് 1 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വർഷേനെ എന്തോ പൂജ ചെയ്ത് അവിടെ നിന്ന് പുറത്താക്കുന്ന ഭീഷണിപ്പെടുത്തിയത് കണ്ടിട്ട് മായാവതി വർഷനോട് 1 ലക്ഷം രൂപ ചോദിക്കും. വർഷ അമ്മയ്ക്ക് അസുഖം എന്ന് പറഞ്ഞാൽ അഭിഷേകിനോട് 1 ലക്ഷം രൂപ ചോദിക്കും. പക്ഷെ അഭിഷേകിന്റെ പൈസ ഇല്ല. 17,500 രൂപ. അഭിഷേകിന് 25,000 രൂപയും കണ്ടാണ് ഒരു മാസം കിട്ടുന്നത്. അതിൽ 7,500 രൂപയ്ക്ക് അഭിഷേക് ബാഗ് വാങ്ങിച്ചിട്ട് 17,500 രൂപ വർഷേനെ ഏൽപ്പിക്കും. ഇത് ബാഗ് വാങ്ങിയതിന്റെ ബാക്കിയാ. 7,500 രൂപയുടെ ബാഗാ ഇതാ. എടാ ഫുട്പാത്തിൽ 200 രൂപ. ദേശായി കുടുംബത്തിൽ ഒരു പൂച്ച നടക്കണ്ടല്ലോ. അപ്പൊ ഈ പൂച്ച നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കുടുംബക്കാരൊക്കെ വരണം. വല്യച്ഛനും മായാവതി എല്ലാവരും വരും. പായസം കൊച്ച് വലിച്ചന് രോഗമൊന്നും വരില്ല. അമൃതയുടെ പുതിയ കണ്ടുപിടുത്തം കണ്ട. മനസ്സിൽ സ്നേഹം കൊണ്ട് നടക്കുന്നവർക്ക് ഒരു രോഗവും വരില്ല. അപ്പൊ ഈ അസുഖം വന്ന ആൾക്കാർക്കൊന്നും സ്നേഹമില്ല എന്നാണ് അമൃത പറയണേ. 10ാം ക്ലാസ്സിന്റെ ബുദ്ധിയല്ല, നീ ക്ഷമിച്ചോളാ. എന്റെ സംശയം അതല്ല, ഇയാള് പായസമാണോ കുടിക്കണത് കഞ്ഞിയാ? അങ്ങനെ പൂച്ച നടക്കാൻ പോവാണ്. പൂച്ചാരി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമൃത, വേറെ. അപ്പൊ പൂച്ചയുടെ ഭാഗമായിട്ട് അമ്മൂമ്മ ആരതി ഒഴിയും. ഇനി വർഷയും അഭിഷേകിനെയും ആരതി ഒഴിയട്ടെ. വേണ്ട മധു. അമൃതയുടെ ഒഴിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോ ഉമ്മറുള്ള പറയും വർഷയ്ക്കൊന്നും ഒഴിയണ്ട. ഇത് പാർഷ്യാലിറ്റി ആട്ടോ ഉമ്മറുള്ള ദേവി. അമൃത മൂത്ത മരുമകളാ. ശരി, ഈ ഉമ്മറുള്ള ദേവിയാണ് ആ വീട്ടിൽ പാർഷ്യാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വർഷേ അഭിഷേകം വന്നോളൂ. അപ്പൊ മുത്തശ്ശി പറയും അതൊന്നും പറ്റില്ല, 2 പേർക്ക് ഞാൻ ആരതി ഒഴിയും, 2 പേരും ഇവിടുത്തെ മരുമക്കളാന്ന് പറയും. അപ്പൊ ഉമ്മറുള്ള പിന്നെ ശശി. അത് കഴിഞ്ഞ് എന്തിനാണെന്ന് അറിയില്ല എല്ലാ എപ്പിസോഡിലും അമൃത കരയണം. അപ്പൊ ഉമ്മറുള്ള അല്ലെങ്കിൽ അർജുൻ ആരെങ്കിലും ഒക്കെ വന്നിട്ട് അമൃതനെ ചീത്ത വിളിക്കും. അങ്ങനെ ചീത്ത വിളിച്ച് കരഞ്ഞ് ലാസ്റ്റ് ഉമ്മറുള്ള ദേവിക്കെതിരെ അമൃത ഇങ്ങനെ പറയും, എനിക്ക് വിവാഹം ഇഷ്ടമാണെന്ന് ചോദിച്ചോ? കരച്ചില് മാത്രമല്ല അമൃതയ്ക്ക് ടെററാവാനും അറിയാം അല്ലെ. ഇതിനൊക്കെ കാരണം അമ്മയുടെ മകനാ. ഉമ്മറുള്ള ദേവി ബി ലൈക്ക് അവിടെ തന്നെ കിടന്നിരുന്ന പട്ടിയുടെ വായിൽ ഓരിട്ടളിക്കോ ചെയ്യില്ല. ഇവിടെ സംസാരിച്ചു തുടങ്ങിയിട്ട് നിർത്തളല്ല. ആദ്യ രാത്രിയില് ഏറെ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന ഒരു വധുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കയറി കിടക്കുന്ന ഒരു ഭർത്താവിനെ അമ്മ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടു. ഉമ്മറുള്ള ദേവി ബി ലൈക്ക് ഈശ്വര, ഇനി അർജുൻ ഗേയാണ്. എന്റെ വിധി. എല്ലാ വീട്ടിലും ഉള്ളതാ ഇതിൽ വലിയ പ്രശ്നങ്ങൾ. ആണോ? പക്ഷെ നിങ്ങളുടെ വീട്ടിൽ അത്ര ഒരു കുടുംബത്തിലും ഉണ്ടാവില്ല എന്റെ ഉമ്മറുള്ള ദേവി. അതാരും അറിയുന്നില്ല എന്ന് മാത്രം. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തന്നെ പകുതി പ്രശ്നം സോൾവ്. കുടുംബത്തെ
നേർവഴിക്ക് നയിക്കേണ്ടവളാ ഭാര്യ. ഓ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാവും. ഒരു സ്ത്രീ അവള് പൂർണ്ണതയിലെത്തുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നല്ലേ പറയാൻ വരുന്നത്? മകളായി, അമ്മയായി, അമ്മായിയമ്മയായി, മുത്തശ്ശിയായി സ്നേഹം പങ്കിട്ട് ജീവിക്കുമ്പോഴാ. ഇത്ര ആയി കഴിഞ്ഞ മരിച്ചില്ല, പിന്നെ എന്നിട്ട് പൂർണ്ണത. എല്ലാ പുരുഷനും അസൂയപ്പെടുന്നത് അവളുടെ മാതൃത്വത്തെ നോക്കിയ. എന്റെ പൊന്നുമല്ല ദേവിതെ അപവാദം പറയരുത്, എനിക്കൊരു അസൂയില്ല. അമ്മയൊരു സത്യവും അച്ഛനൊരു വിശ്വാസവുമാണെന്ന്. അത് ശരിയാ. എന്നിട്ട് എനിക്ക് വിളിച്ചു പറയണം ഇവൾ എന്റെ മരുമകളാണെന്ന്. എന്റെ മരുമകൾ കേട്ട് കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് അറിയാം. ചന്ദ്രമഴ സീരിയലിൽ ഉമർല ദേവി എന്റെ മരുമകൾ എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്ത് കമന്റ് ഇടും. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയലിന്റെ പേര് ചന്ദ്രമഴ എന്ന് മാറ്റി ഒന്നില്ലെങ്കിൽ കണ്ണീർ മഴ എന്നാക്കണം, അല്ലെങ്കിൽ എന്റെ മരുമകൾ എന്നാക്കണം. ഇത് രണ്ടുമാണ് ഇതിന് സ്യൂട്ടബിൾ പേര്. ഈ ചന്ദ്രമഴ എന്ന് ആരുടെ ഇട്ട്, അല്ലെങ്കിൽ ഇവളുടെ പേര് ചന്ദന എന്നായിരിക്കണം. ഇതൊന്നുമല്ല. വീട് വിട്ട് പോകാമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ടോക്സിക് ഭീഷണി ഇറക്കിയിട്ട് ഉമർല ദേവി ഇറങ്ങിപ്പോകും. പൂജയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മായാവതി തിരിച്ചിറങ്ങാൻ പോകുന്ന നേരത്ത് വർഷം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മായാവതിനെ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂച്ചേനെ എടുത്തിട്ട് അങ്ങോട്ട് വട്ടം ചാടിക്കും. അമ്മേ, പിന്നെ ബാക്കിൽ നിന്ന് വിളിക്കും, മധുമതി തുമ്മും. അപ്പൊ ഇതൊക്കെ അപലക്ഷണമായിരുന്നല്ലേ എന്ന് പറഞ്ഞ് മായാവതി അവിടെ തന്നെ നിൽക്കും. മാഡത്തിന്റെ മുമ്പിൽ സ്വാമി ഇരിക്കില്ല, അത് സ്വാമിയുടെ ഒരു ശൈലിയാ. AC കിടന്നാലേ പനി കൂടും. ഇപ്പൊ മായാവതിക്ക് പനിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ മായാവതിക്ക് പനി ആയതുകൊണ്ട് ഉമർലാദേവി മായാവതിനെ കൊണ്ടുപോയിട്ട് ഏതോ ഒരു മൂലക കൊണ്ട് കിടത്തും. പാവയ്ക്കാ നീര് കുടിക്കാൻ കൊടുക്കും. പാവം നമ്മുടെ മായാവതി അവിടെ നിൽക്കാൻ വേണ്ടിട്ട് അത് മൊത്തം കുടിക്കും. ഷെൽഫിൽ വെക്കാം. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ അമൃത വെറുതെ അവിടെ ഇരിക്കുന്ന ഒരു സ്യൂട്ട് കേസ് തുറന്നു നോക്കും. അപ്പൊ അതിൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടും. ഇവനെന്താടാ? സത്യം തെളിയിക്കാൻ വേണമെങ്കിൽ പോലീസിനെ വിളിക്കാം. ഓ മൈ ഗോഡ്, പോലീസോ? ഈ 1 ലക്ഷം രൂപ കയ്യിലെടുത്ത് പിടിച്ചേന്. എന്നാലും എന്റെ അമൃത, നീ ഇതെങ്ങനെ ഇത്രയും കരയണേ? നീ കരയണതൊക്കെ കൂടി ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം അതില് നമുക്ക് ഉപ്പ് സർബത്ത് കലക്കി കൊടുക്കരുത്. ടോക്സിക് അർജുൻ. ഇവൻ എങ്ങനെയാണോ ഇങ്ങനെ അഭിനയിക്കണേ? ഇതൊക്കെ കേട്ട് നമ്മുടെ അമൃതേനെ ഒറ്റത്തള്ളു. അമൃതയുടെ കിളി പോവും. ഏട്ടത്തി, നീ വല്ല കഞ്ചാവാണ് വലിക്കാൻ കൊടുത്തേ? ഇതെന്താ റോബോട്ടാ? ഇതിനിടയ്ക്ക് നമ്മുടെ വർഷ വേറൊരു സത്യം അറിയും. കൊട്ടാരത്തിൽ രാജാവിനും രാജ്ഞിക്ക് മാത്രമാണ് അധികാരം. രാജാവിന്റെ അനുജനും ഭാര്യയൊക്കെ അടിമകളാ. വല്ലാത്ത ജാതി നിയമങ്ങളാട്ട് നമ്മുടെ ദേശായി കുടുംബത്തില്. പൂജയായിട്ട് അമൃതമോളെ കണ്ടില്ലല്ലോ. പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ അമൃതേനെ കാണാനില്ലെന്ന്. അത് ഞാൻ വെള്ളം പിടിക്കാൻ പൈപ്പ് തുറന്നു വെച്ചതാ. ഇവൻ എന്തിനാ റൂമിൽ വന്നിരുന്നുണ്ട് ബാത്റൂമിൽ വെള്ളം പിടിക്കാൻ പൈപ്പ് തുറന്നിട്ടാണ്. ഇനി മറ്റേ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്നിട്ടുണ്ട് അവിടെ വെള്ളം കൊടുക്കാൻ വേണ്ടി. പിന്നെ അവളെവിടെ പോയി? അല്ല, ഇവന്മാരുടെ സ്ലോ മോഷനും ഡയലോഗും ഒക്കെ കഴിയുമ്പോ അവിടെ വെള്ളം നിറഞ്ഞു പോല. ഞാൻ നിന്റെ ഭാര്യയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അവളെ കാണുന്നില്ലാന്ന്. അങ്ങനെ ഉമർലാദേവി ആ സത്യം മനസ്സിലാക്കും. അമൃതയെ കാണാനില്ല. റൈറ്റ് സൈഡ് നോക്കാം, നീ ലെഫ്റ്റ് സൈഡ് നോക്ക്. അമൃതയെ തപ്പി എല്ലാവരും ഇറങ്ങും, അർജുൻ ഒഴികെ. ഒന്ന് മാറി. പക്ഷെ എന്താ കാര്യം, കിട്ടൂല. 25 ലക്ഷത്തിൽ 1 ലക്ഷം കാണാനില്ല. അപ്പൊ നമ്മുടെ അർജുൻ പറയും 1 ലക്ഷം രൂപ ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അത് അമൃതയാണെന്ന് പറയും. പക്ഷെ ശരിക്കും 1 ലക്ഷം അടിച്ചു മാറ്റി തരാന്നറിയോ? നമ്മുടെ മായാവതി. അങ്ങനെ തപ്പിപ്പോയവരുടെ അടുത്തേക്ക് ഓടിന്റെ മോളിൽ നിന്ന് ഒരു പേപ്പർ പറന്നു വരും. യെസ്, അമൃത ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. എന്നാലും നമ്മുടെ അമൃത അവിടെ പോയി. അങ്ങനെ അന്വേഷിച്ചും പിടിച്ചും ലാസ്റ്റ് നമ്മുടെ വല്യച്ഛൻ ക്ഷീണിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി നിൽക്കുമ്പോ നിലത്ത് കുപ്പിവള പൊട്ടിക്കിടക്കുന്നത് കാണും. ഈ വളയുടെ പുറകെ പോയി 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 ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോ അമൃത അവിടെ ഔട്ട് ഹൗസിൽ ഒരു റൂമിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ മോഷ്ടിച്ചില്ലേ എന്ന് പറയുന്നു. 3 ദിവസം അവിടെ ഉറങ്ങാണ്ട് കിടന്നിട്ടും ഒരു മാറ്റമില്ലല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇനി അർജുൻ നന്നാവുന്നു. പക്ഷെ അർജുൻ ഒരു മാറ്റമില്ലടേ.
ഇതൊരു സൈക്കിളാണ്. അതായത് അർജുൻ അമൃതേനെ അടിക്കുന്നു, ഉമ്മർലാദേവി അമൃതേനെ അടിക്കുന്നു, അമൃത കരയുന്നു, റിപ്പീറ്റ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്കിപ്പ് ചെയ്യാം. ദാ, ഈ ഫയൽ കൊടുത്ത് സിഗ്നേച്ചർ വാങ്ങി എന്റെ തിരിച്ചു കൊണ്ടുതരണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ജയപാലിന്റെ ഒപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫയല് ഇയാള് ഉമ്മർലാദേവിക്ക് കൊടുക്കും. സിസിലി സിസിലി എന്തിനാ? അവര് കൊണ്ട് കൊടുത്തോളൂ. ഉമ്മർലാദേവിക്ക് അത് ഇഷ്ടമില്ല. സിസിലിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ കഴിയാത്ത ഫയലാ, നേരിട്ട് കൊണ്ടു കൊടുക്കണം. എടാ ഇവര് ഫയൽ ഒപ്പിടിക്കാൻ കൊടുത്ത കയ്യിലെ വള ഊരിപ്പോവോ? ഈ ഫയലൊക്കെ കൊണ്ട് കൊടുക്കുന്നവർ എന്തുവാ പറയുന്നേ? പ്യൂൺ. ഉമ്മർലേക്ക് പിന്നെ നോക്ക്. എന്നെ കുറിച്ച് ഇവിടെ ആരെന്ത് പറഞ്ഞാലും ആക്ഷേപിച്ചാലും നിങ്ങൾക്ക് ഒരു വികാരമില്ല. വേണ്ടി വന്നാ പുതിയൊരു കമ്പനി തന്നെ. ഇതെന്താ എക്സ്പ്രഷനാ? ഡേയ് ശവി അല്ല കവി, ഇതെന്താ എക്സ്പ്രഷനാണ്? ആര് പറഞ്ഞാലും ജോലി ചെയ്തതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ നമ്മൾ കാണുന്നത് മായാവതിയുടെ കുറച്ച് കളികളാണ്. വേറെ ഒന്നുമല്ല, വർഷേനെ എങ്ങനെയെങ്കിലും ഉമ്മർലേനെ കൊണ്ട് ഇഷ്ടപ്പെടുത്തണം. വേണ്ട വല്യമ്മേ, പറയുന്ന കേക്ക്. അതിന് മായാവതി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അമൃത പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമൃതയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കും. ഈ സിസിലി ചേച്ചി ഉണ്ടല്ലോ, ഒരിക്കലും അടുക്കളയിൽ കയറാറില്ല. എന്ത് ഭാഗ്യം ചെയ്ത ജന്മം എന്നറിയോ? വേലക്കാരിയാണ്, കറി ഉണ്ടാക്കണ്ട ഒന്നും ഉണ്ടാക്കണ്ട, എല്ലാവരും ഉണ്ടായിക്കോളും. സ്വഭാവ ഗുണം കൊണ്ട് ഏത് തട്ടാവും താഴ. ഉമ്മർലാദേവിയുടെ പുതിയ കണ്ടെടുത്താം. അമൃതേനെയും വർഷേനെയും തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമൃതയുടെ തട്ട് താഴുന്നു. പക്ഷെ ശരിക്കും ഇപ്പൊ വർഷയുടെ തട്ടാ താന്നിക്കണം. എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഇതേ ലോജിക്ക് അനുസരിച്ച് ഉമ്മർലേനെയും മധുമതിനെയും തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെ തട്ട് താഴെ? നിങ്ങൾ പറ, മധുമതിയുടെ അല്ലേ? എത്ര പറഞ്ഞാൽ മതി. അമൃത വന്നല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് അമൃത വരും. നീ ഉണ്ടാക്കുന്ന ഒണിയൻ ഊത്തപ്പം കഴിക്കണമെന്ന് ഊർമിളയ്ക്കൊരാഗ്രഹം. അപ്പൊ നമ്മുടെ ഉമ്മർലാദേവിക്ക് ഭയങ്കര ആഗ്രഹം ഒനിയൻ ഉത്തപ്പം കഴിക്കണം. ഊർമിള ഇപ്പോ നീ ഉണ്ടാക്കുന്ന ആഹാരവേ കഴിക്കുമെന്നായി. ഉമ്മർലേക്കാണെങ്കിൽ കൊതിയായിട്ട് വയ്യ. ഇപ്പൊ ചുട്ട് എനിക്ക് ഇപ്പൊ കഴിക്കാൻ പറ്റും. എനിക്കിപ്പോ ഉണ്ടാക്കാൻ പറ്റില്ല. ഊത്തപ്പം അമൃതയ്ക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അമൃതയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണമെന്നും ഇവള് പറഞ്ഞു. വർഷ ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ട, അമൃത ഉണ്ടാക്കണം. ഉമ്മർല എന്റെ പൊന്നോ വേണ്ട, ജീവനും കൊതിയുണ്ട്. കയ്യില് മൈലാഞ്ചി ഇട്ടിരിക്കാം. ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ബുദ്ധി. എന്റെ പൊന്നു ഉമ്മർലാദേവി, സ്വന്തമായിട്ടുള്ള ബുദ്ധി ആവില്ല. അതിനുള്ള ബുദ്ധി അതിനില്ല. ആരാ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നത്? കലിപ്പ്. എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹമല്ലേ കയ്യിൽ മൈലാഞ്ചി ഇട്ട് സുന്ദരമാക്കുക എന്നത്. ആണോ? എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹം ആ കയ്യിൽ മൈലാഞ്ചി ഇടണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരാളെ തല്ലാൻ പറഞ്ഞാ അത് നീ ചെയ്തിരിക്കണം. വർഷ ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. പക്ഷേ അമൃതയുടെ കൈയൊന്ന് കഴുകി കൊടുക്ക. എന്നാലും എന്റെ വർഷേ മൈലാഞ്ചിയുടെ 10 രൂപ പോയിന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ മൈലാഞ്ചിയുടെ 10 രൂപ പോയില്ല. കാരണം ഇവരുടെ ഡയലോഗ് കഴിഞ്ഞപ്പോഴേക്കും മൈലാഞ്ചി ഉണങ്ങിക്കാണും. ആ ശർക്കരയും എടുത്തേ. ഓ സിസിലി ചേച്ചിനെ ഞാൻ അങ്ങനെ ഒന്ന് അടുക്കളയെ കണ്ട്. പാലപ്പത്തിന് എന്തിനാ കുഞ്ഞാ ശർക്കര? അമൃതേനെ കൊണ്ട് പാലപ്പം ഉണ്ടാക്കിക്കുന്നത് തെറ്റിച്ചിട്ട് അത് കറക്റ്റ് വന്ന് പറഞ്ഞ് വലിയ ആളാവാൻ വേണ്ടിയിട്ട് വർഷം ഒരു പ്ലാൻ ഇട്ടു. പക്ഷെ ഉമ്മർല നൈസായിട്ട് പൊക്കി ചീറ്റിപ്പോയി. ഇപ്പൊ എവിടേക്ക് വന്ന് കയറിയ നിനക്കെങ്ങനെ മനസ്സിലായി? ആയുമ്പോ വർഷം ഒന്നും പറയും ഞാനാണ് ഉണ്ടാക്കാറെന്നൊക്കെ പറയുമ്പോ ഉമ്മർല ദേവി പറയും ആണോ മറ്റേ പഞ്ചാബി ഹൗസിലെ സീൻ. ഞാനാ സ്ഥിരമായി വീട്ടിലത് ഉണ്ടാക്കുന്നത്. ഇവിടെ നോക്കി നിൽക്കുകയുള്ളൂ. നീ തന്നെ ഉണ്ടാക്കിയാ മതി. അപ്പൊ വർഷ അയ്യോ അമൃത ഇവിടെ നിന്നൊട്ടൊരു സഹായത്തിന് വേണ്ട, നീ തന്നെ ഉണ്ടാക്കിയാ മതി. വർഷ പാലപ്പം ഉണ്ടാക്കട്ടെ. അങ്ങനെ വർഷ ഈ പാലപ്പം ഉണ്ടാക്കുന്നു, ഉമ്മർല ദേവിക്ക് കൊടുക്കുന്നു. ഉമ്മർല ദേവി കഴിക്കുന്നു. ഓ വാവ് സൂപ്പർ, അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ. വർഷമിലോ ഞാനിതൊക്കെ പഠിച്ചെനിക്ക് എനിക്കിത്ര കൈപുണ്യോ നോക്കുമ്പോളെ ആരാണ് ഉണ്ടാക്കിയത്? പാലപ്പത്തിന് പാലാണോ മോരാണോ ഒഴിച്ചത്? അപ്പൊ പാലപ്പല്ല, ഇത് മോരപ്പം. മാഡം, ഈ സീരിയലിലെ ഹൈലൈറ്റ് മേഡം വിളി നമ്മുടെ സിസിലി ചേച്ചിയുടെയാണ്. സിസിലി ചേച്ചി ഒന്ന് വിളിച്ചേ. മാഡം ഇന്നും കൂടി നിൽക്കുകയാണെങ്കിൽ ബാക്കി സ്വപ്നം കൂടി കാണാമായിരുന്നു. മാടാ നമ്മുടെ അർജുനെ ശല്യപ്പെടുത്താണ്ട് അമൃത നിലത്ത് കിടന്നുറങ്ങായിരിക്കും. അപ്പൊ നമ്മുടെ അമൃത ഒരു സ്വപ്നം കാണും, എന്നിട്ടിരുന്ന് ചിരിക്കും. ഇവനിതെങ്ങനെയാണ് ഉറക്കത്തിൽ ഇതൊക്കെ കേൾക്കണേ? എന്താ അത്ര ചിരിക്കാൻ? വേണ്ടപ്പെട്ടവരാരെങ്കിലും ചത്തുപോയോ? എന്റെ പൊന്നർജുനെ, മരിച്ചാ നിങ്ങളുടെ ദേശായി കുടുംബത്തിലെ ആൾക്കാർ ഇരുന്ന് ചിരിക്കുവോ? ലക്ഷ്യം അതല്ലല്ലോ, എന്നെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കാം. ഇവന്റെ ദേഷ്യം കണ്ടാൽ തന്നെ നമ്മൾ ചിരിച്ചു ചാവും. അമൃത അടുത്ത ദിവസം അമൃതനെ കൊണ്ട് സിന്ദൂരം തൊടിക്കാണ്ട് ഉമ്മർലയുടെ ഫ്രണ്ടിലേക്ക് വർഷ കൊണ്ടുപോകും. എന്താ നീ നെറ്റിൽ കുങ്കുമം തൊടായിരുന്നത്? ഉമ്മർല ദേവി ഡയലോഗ് തെറ്റി. നെറ്റിയല്ല, സീമന്ത രേഖയിൽ കുങ്കുമം തൊടാത്തത് എന്ത്? അങ്ങനെ വേണം ചോദിക്കാൻ. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പോ കുങ്കുമം തൊട്ടിട്ട് വാ.
ഉമ്മർലാദേവിക്ക് കാര്യം മനസ്സിലാവട്ടെ. ഉമ്മർലാദേവി പറയും കുഴപ്പമില്ല, നീ ക്ഷമിച്ചു, നീ പൊക്കോ. വർഷ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇനി നമുക്ക് കുറച്ചു നേരം അർജുന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കാം. ഹലോ മുഖർജി. റാണി മുഖർജിയാ? നോ, ദാറ്റ് ഇസ് നോട്ട് പോസ്റ്റ്പോൺഡ്. ദർ ഇസ് നോ പോസ്റ്റ്പോൺഡ്. നല്ല ഇംഗ്ലീഷ്. ഇറ്റ് മേ ബി ഓഫീസർ. ഇവനാണോടെ ഡിഗ്രി ഉള്ള? ഓ ഐ സേ ഗെറ്റ് ഔട്ട്. അപ്പോഴും ഇവന് ഇവിടെ ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല. I say get out. സ്റ്റുഡിയോന്ന് അർജുൻ സാറിന്റെ കല്യാണ സീറ്റ് തരാൻ വേണ്ടി വന്നതാണ്. അത് കഴിയുമ്പോ അഞ്ജലിക്ക് അമൃതയുടെ കല്യാണ സീഡി എന്ന് പറഞ്ഞൊരു സീഡി കൊണ്ട് കൊടുക്കും. എല്ലാവരും വരാൻ പറ, നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. അഞ്ജലി എല്ലാവരും സീഡി കിട്ടി നമുക്ക് കല്യാണം കാണാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അഞ്ജലി റൂമിൽ വന്ന് സീഡി ഇടുന്നു, ലാപ്ടോപ്പ് നോക്കുന്നു. എടേ അത് ലാപ്ടോപ്പാണ്, എന്തെങ്കിലും ആവട്ടെ. ആ സാധനം നോക്കുന്നു. അഞ്ജലിയുടെ പ്രണയ നിമിഷങ്ങൾ, റൊമാൻസ്. എവിടെയാ CD? അപ്പൊ നമ്മുടെ ഉർമിളാദേവി വന്നിട്ട് ചോദിക്കും സീഡി തേടി എന്ന് പറയുമ്പോ അഞ്ജലി സീഡി എടുത്തിട്ട് സ്ക്രാച്ച് ആക്കിയിട്ട് കൊടുക്കും. രക്ഷപ്പെട്ടു. ലാൻഡ്മാർക്ക് കമ്പനിയുടെ കോൺട്രാക്ട് ഫയൽ എടുക്കാൻ മറന്നു. എന്റെ മേശപ്പുറത്തുണ്ടെന്ന് നോക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ അർജുന് പാതിരാത്രി ആകുമ്പോൾ ബോധോദയം ഉണ്ടാവും. അയ്യോ എനിക്ക് ലാൻഡ്മാർക്ക് കമ്പനിയുടെ ഫയൽ വേണം. ഓഫീസിൽ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ അഭിഷേക് ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് 25,000 സാലറി 35,000 ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അവൻ പറയും ചേട്ടാ അത്യാവശ്യമാണോ? വേണ്ട, നീ വരുമ്പോ കൊണ്ടുവന്നാൽ മതി. രാവിലെ എന്നെ ഏൽപ്പിക്കണം. വേണ്ട മോനെ, നീ വരുമ്പോ കൊണ്ടുവന്നാൽ മതി, രാവിലെ എനിക്ക് തന്നായിന്ന്. എന്നാ പിന്നെ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ അങ്ങോട്ട് എടുത്താ പോരെ. അർജുന് ഭയങ്കര ചുമ. വെറുതെ അവിടെ കിടന്നുറങ്ങിയിരുന്ന അമൃത എന്നിട്ട് അവിടെ ചുമക്കുന്ന കണ്ടില്ലേ, പനി ഉണ്ടോന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് നെറ്റിയിൽ കൈയോടാൻ പോകുമ്പോ അർജുൻ ഞെട്ടി എനിക്കും. എന്റെ സേഫിന്റെ താക്കോൽ തപ്പി വന്നല്ലേ? അർജുൻ ബി ലൈക്ക്, നീ എന്റെ സേഫിന്റെ താക്കോൽ അടിച്ചു മാറ്റാൻ വന്നതല്ലേ? എടാ ഈ സേഫിന്റെ താക്കോല് കഴുത്തിൽ മാലയിട്ട് കെട്ടി തൂക്കിയിടാൻ ഇവനാര് ഭഗീരഥൻ പിള്ളയാ? എനിക്ക് എന്തിന്റെ കേടായിരുന്നു? പനി ഉണ്ടോ നോക്കാൻ പോയാൽ എനിക്ക് ചീത്ത വിളി, ഞാൻ എന്തൊക്കെ അറിയില്ല. ഇത് തന്നെ എന്റെ അവസ്ഥ. ഇപ്പൊ അവന്റെ ചുമയെ മാറി. ഇടത്തി കിടന്നില്ലായിരുന്നോ? ഇല്ല. അങ്ങനെ ചീത്ത പറഞ്ഞ് അമൃത പുറത്തെത്തി കഴിയുമ്പോ അഭിഷേക് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. അപ്പൊ അഭിഷേകിന് അമൃത ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. തമാശ പറയും, ചിരിക്കണോ വേണ്ടെന്നുള്ളത് കേൾക്കുന്നവർക്ക് തീരുമാനിക്കാം. ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ, ഇവന്റെ വളിഞ്ഞ വിറ്റും കേൾക്കണം. എന്താ മോനെ പറഞ്ഞീ? തെങ്ങി കയറി കഷ്ടപ്പെട്ട് താഴെ വീഴണ്ട, ഒരു തോട്ടിയെടുത്ത് അതിൽ കത്തി കെട്ടിയിട്ട് പറിച്ചിട്ടാ മതി എന്ന് പറഞ്ഞു. എന്താ റപ്പായി നീ തേങ്ങ ഇടാഞ്ഞെന്ന് വീട്ടമ്മ. അപ്പൊ റപ്പായി പറഞ്ഞു, ചേച്ചി പറഞ്ഞ പോലെ ഞാൻ തോട്ടിയിൽ കത്തി കെട്ടി തേങ്ങ വലിച്ചു. എന്നിട്ട് അപ്പൊ അതെ കത്തി തെങ്ങിന്റെ മണ്ടൽ ഉടക്കി. ഞാൻ കഷ്ടപ്പെട്ട് തെങ്ങിൽ കയറി കത്തി എടുത്ത് താഴെ ഇറങ്ങി വീണ്ടും തോട്ടിയിൽ കെട്ടി വലിച്ചു. പിന്നെയും കത്തി തെങ്ങിന്റെ മണ്ടൽ ഉടക്കി. ഞാൻ വീണ്ടും തെങ്ങി കയറി കത്തി എടുത്ത് താഴെ ഇറങ്ങി. എന്നിട്ട് നീ തേങ്ങ ഇട്ടില്ലേന്ന് വീട്ടമ്മ. ചേച്ചിയല്ലേ പറഞ്ഞത് തോട്ടിയിൽ കത്തി കെട്ടി വലിച്ചിട്ടാ മതിയെന്ന്. അമൃതയുടെ മൈൻഡ് വോയിസ് ബി ലൈക്ക്, ആ ചുമയും കേൾക്കാണ്ട് അവിടെ കിടന്നുറങ്ങിയാ മതിയായിരുന്നു. ഇവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത എന്നെ അടിക്കണം. ഇതെന്താ അമ്മേ, സദ്യവട്ടമാണോ? നെക്സ്റ്റ് ഡേ വെണ്ടയ്ക്ക് കട്ട് ചെയ്തോണ്ടിരിക്കുന്ന വർഷം. എന്തേ പാമ്പാ? അല്ല പിന്നെ പുഴ. അമൃത ബി ലൈക്ക്, പുഴുവിനെ കണ്ടിട്ടാണ് പേടിച്ചത്, ഞാൻ അടുത്തളയാം. ഡേഞ്ചർ സോണിൽ എത്തിയെന്ന് കരുതി 2014 ടൈമുകളിൽ ട്രെൻഡ് ആയിരുന്ന ഒരു കമ്മൽ ഉണ്ടായിരുന്നു, പേപ്പർ കമ്മൽ. ഇങ്ങനെ പേപ്പർ ചുരുട്ടുന്നു, ഇങ്ങനെ കാണിച്ചിട്ട് ഒരു കോൺ പോലെ ആക്കുന്നു, പശ ഒഴിച്ച് തേക്കുന്നു, കാതിലിടുന്നു. ആ കമ്മലാണ് നമ്മുടെ മായാവതിയുടെ മായാവതിയുടെ കാതിൽ കിടക്കുന്നത്. അപ്പൊ ഈ കമ്മൽ ഉണ്ടാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നൊസ്റ്റാൾജിയ പുതുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വാങ്ങും, കമ്മൽ ഉണ്ടാക്കൂ. കമ്മൽ ഉണ്ടാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. വേണ്ട, ഊർമിളമാടം കേട്ടു വന്ന വഴക്ക് പറയും. സിസിലി ചേച്ചിയുടെ മാടം വിളി. അമൃത സിസിലിയോട് അടുക്കളയിൽ കയറണ്ടെന്നല്ലേ പറഞ്ഞത്? ചേച്ചി, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര പാലട. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഉമ്രലാദേവി അമൃതനോട് പറയും, അർജുൻ ഇഷ്ടപ്പെട്ട പാലട പായസം ഉണ്ടാക്കും മകളെ. പക്ഷെ വർഷം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം അങ്ങോട്ട് കമിറ്റി കളയും. അമൃത പാലട കൊണ്ടുവന്നോളൂ. പാലട കുച്ചാൻ വേണ്ടിട്ട് ഒരുത്തിനവിടെ കൊതിയിട്ടിരിക്കുക. അമുൽ ബേബി, ഞാൻ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കിയ കഴിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ അമൃത വന്നിട്ട് പറയും, ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എന്തിനാ, ഞാൻ ഉണ്ടാക്കുന്നത് അദ്ദേഹം കഴിക്കില്ലല്ലോ. അമ്മേ, എനിക്ക് ഓഫീസിൽ പോയ സമയമായി, ഞാൻ ഇറങ്ങാം.
അമൂൽ ബേബി ബി ലൈക്ക് എനിക്ക് പായസം വേണം. അമ്മ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കാനില്ല, ഞാൻ ഓഫീസിൽ പോവാ. എടാ നിനക്ക് ജോലി ചെയ്യണം, ഓഫീസിൽ പോകണം എന്നല്ലാണ്ട് വേറെ ഡയലോഗ് ഒന്നും ഇല്ലേ? അർജുൻ ഒരു 5 മിനിറ്റ് ഞാൻ ഉണ്ടാക്കി തരാം. മോനെ നിക്ക്, 5 മിനിറ്റ് അമ്മ ഉണ്ടാക്കി തരുന്നത് മാഗിയാ. വേണ്ടമ്മേ, ടൈമായി. ഇത്ര നാളെ അമൃത ഉണ്ടാക്കണതൊന്നും കുടിക്കില്ലായിരുന്നു, അമ്മ ഉണ്ടാക്കണത് ഞാൻ കുടിക്കും. പാലട ഉണ്ടാക്കി ഓഫീസിൽ കൊടുത്തു വിട്ടാ പോരെ, അതില് തീരില്ലേ കാര്യങ്ങള്. രാവിലെ പാലട കുച്ചിട്ടാണ് ഇവരൊക്കെ ജോലിക്ക് പോണേ. അങ്ങനെ നമ്മുടെ ഉമർലാദേവി പാലട പായസം ഉണ്ടാക്കുമ്പോ ഉമർലാദേവി എങ്ങനെയാണ് പാലട പായസം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കവർ എടുക്കുക, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മറ്റേ സാധനം കട്ട് ചെയ്യുക, ഇതിലേക്ക് ഇടുക, പാലൊഴിക്കുക, അടുപ്പത്ത് വെക്കുക, ഇളക്കുക. ഇതാണ് ഉമർലാദേവിയുടെ സ്റ്റൈല്. പക്ഷെ അമൃതേനോട് പറഞ്ഞത് അട കുഴച്ചുണ്ടാക്കാനാ. ജാതി ആ പരിപാടി കാണിക്കരുത് ഉമർലാദേവി. ഒരാൾക്ക് അട കുഴച്ച് നിങ്ങൾ ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് പാലട, എന്ത് പരിപാടി? ഓഫ് ഷോർ ഇന്ത്യ ലിമിറ്റഡിന്റെ MOU ഫയൽ എടുക്കാൻ മറന്നു. വീട്ടിൽ വിളിച്ച് പറഞ്ഞെടുപ്പിക്കും. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അർജുൻ പാലട പായസം കുടിക്കാത്തതുകൊണ്ട് ഏതൊരു ഫയൽ എടുക്കാൻ മറന്നു. സെക്രട്ടറി വിളിച്ച് വീട്ടിലേക്ക് പറയും, ഹലോ ആ ഫയൽ ഒന്ന് ഇവിടെ എത്തിക്കണം കേട്ടു. അപ്പൊ അമൃത പറയും ഓക്കെ ഡൺ, ഞാൻ എത്തിക്കാം. ബെസ്റ്റ് ആളോടാണ് ഇത് പറഞ്ഞത്. ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ആവുന്ന 100% ഉറപ്പായി. ഒരു ഫയൽ എന്നാണല്ലോ പറഞ്ഞത്, ഇതിലിപ്പോ ഏതാ? അമൃത പോയിട്ട് അലമാരിൽ നോക്കുമ്പോ അയ്യോ ഇവിടെ 10-20 ഫയൽ ഇരിക്കണ്ടല്ലോ, എല്ലാം കൊടുത്തുവിടാം. ഒരെണ്ണം കൊടുത്തേച്ചാ അതല്ലെങ്കിൽ വീണ്ടും വരേണ്ടി വരും, എല്ലാം കൊടുത്തേക്കാം. അങ്ങനെ 10ാം ക്ലാസ്സിലും +2ലും സർട്ടിഫിക്കറ്റ് അടക്കം അപ്പുറത്തെ ക്ലബ്ബിൽ ചാക്കിലോട്ട മത്സരത്തിന് 3rd പ്രൈസ് കിട്ടിയതിന്റെ സർട്ടിഫിക്കറ്റ് വരെ അമൃത കൊടുത്തയക്കും. കുഞ്ഞുണ്ടാക്കിയ കുറച്ച് പേട കൂടി കൊടുത്തു വിട്ടാലോ? എന്തായാലും നടി ഉറപ്പായി. ഇതെന്താ എല്ലാ ഫയലും കൂടി? മിസ്റ്റർ അർജുൻ, ഇറ്റ്സ് ഷെയിം. അങ്ങനെ ഫയൽ എല്ലാം കൊണ്ട് കൊടുത്തതിന്റെ ഭാഗമായിട്ട് പ്രൊജക്ട് ക്യാൻസൽ ആവുന്നു. വേറെ ഒന്നല്ല, എന്താ കോൺഫിഡൻഷ്യൽ ഫയൽസ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുവന്നു പറഞ്ഞ് ഇവർ പ്രൊജക്ട് ക്യാൻസൽ ആക്കുന്നു. അതിലിരിക്കുന്ന 2 ഫയലുകൾ വെരി കോൺഫിഡൻഷ്യൽ ആണ്. ഇനി ഈ പ്രോജക്റ്റിന് ഒരു റീതിങ്കിങ് വേണ്ടി വരും. ഒരു പ്രൊജക്ട് ക്യാൻസൽ ആക്കുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത്. പ്രൊജക്ട് പോയ വിഷമത്തിൽ അർജുൻ വീട്ടിലേക്ക് വരുന്നു. ഇതേതാ ഈ എക്സ്പ്രഷൻ? അർജുനെ നിന്നോട് ദേഷ്യം കാണിക്കാനാ പറഞ്ഞ, അല്ലാണ്ട് പൈൽസിന്റെ പരസ്യത്തിലുള്ള എക്സ്പ്രഷൻ അല്ലത്. ഇവന്റെ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് അമൃതയ്ക്ക് നാണം വരുന്നു. എനിക്ക് ചിരിക്കാൻ വയ്യ. അർജുന് ഒരേ പൊളി. സിസിലി ചേച്ചി ബി ലൈക്ക്, ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞത് ഞാൻ ക്ലീൻ ചെയ്യേണ്ടി വരും, ഒളിക്കാം. കമ്പനിയുടെ സീക്രട്ടുകൾ അടങ്ങുന്ന കോൺഫിഡൻഷ്യൽ ഫയലുകൾ. അമൃത ഞാനാ എപ്പേ ഇദ്ദേഹത്തിന്റെ ഷെൽഫിലിരുന്ന ഫയലെല്ലാം ഞാൻ കൊടുത്തയച്ചു. അവിടെ ഇരുന്നൊക്കെ കൊടുത്തുവിട്ടമ്മേ, കോൺഫിഡൻഷ്യൽ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ലോകത്തിലെ എല്ലാ സർവകലാശാലയെന്നും എല്ലാ ഡിഗ്രിയും വാങ്ങി വന്നതല്ലോ നീ. കലിപ്പൻ അർജുൻ, നിനക്ക് ഞാൻ തരുന്ന അവസാനത്തെ വാർണിംഗ് ആണിത്. അപ്പൊ ഉമർലാദേവി ബി ലൈക്ക്, ഇത് നിന്റെ അവസാനത്തെ വാണിംഗ് ആണ്. അമൃത നിങ്ങൾ വാണിംഗ് താതല്ലേ, കൂടി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ഇറക്കി വിടും, ഇറക്കി വിടന്നെ. എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കും അല്ലേ? ഉമർലാദേവി വാണിംഗ് കൊടുക്കണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുറച്ച് കഴിഞ്ഞ് അർജുൻ അവിടെ എന്തൊരു സ്ഥലത്തിന്റെ അഡ്രസ് എഴുതി വെക്കായിരിക്കെ. അപ്പൊ അമൃത എന്ത് ചെയ്യും? അർജുന് ചായം കൊണ്ടുപോകും. എന്തൊരു സ്നേഹമുള്ള ഭാര്യ, അടുത്ത അടി കിട്ടാൻ വേണ്ടിട്ടാ പോണേ. നീ ഇതൊരു പോയില്ലേ, ഇറങ്ങി പോടി വിടുന്നു. ഞാൻ പറഞ്ഞില്ലേ, അർജുൻ അഡ്രസ് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോ അമൃത ചായ അത് മിക്കങ്ങോട്ട് ഒഴിക്കും. റോട്ടി കൂടെ പോണ എല്ലാ വള്ളിയും നമ്മുടെ അമൃത കറക്റ്റ് പിടിക്കും. അതിന്റെ എക്സ്പ്രഷൻ നോക്ക്. അഡ്രസ് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, എനിക്കോർത്ത് പറയാൻ കഴിയും. ഓ മൈ ഗോഡ്, അമൃത ഒരു പഠിപ്പിയായിരുന്നു ഗായ്സ്. അപ്പൊ അർജുന് വേറൊരു കോൾ വരും, അഡ്രസ് പറ. അപ്പൊ അർജുൻ ഇത്ര നേരം കലിപ്പിട്ട അർജുൻ, അമൃത പ്ലീസ് അഡ്രസ് പറ. ദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഓക്കെ, അത് ഓക്കെ. മറൈൻ സ്ട്രീറ്റ്. മറൈൻ സ്ട്രീറ്റ്. എത്ര നേരം നിനക്ക് ഭയങ്കര കലിപ്പായിരുന്നു, ഇപ്പൊ കലിപ്പ് പോയാ? 89. ബോംബെ 89. എന്നാലും എന്റെ സംശയം എന്ന് വെച്ചാൽ ഇത്രയും ഡിഗ്രി ഒക്കെ ഉള്ള ഇവനൊരു അഡ്രസ് ഓർത്തിരിക്കാൻ പറ്റുള്ളടേ. പാവം നമ്മുടെ അമൃത വേണമായിരുന്നു അവന്. അവന്റെ എക്സ്പ്രഷൻ നോക്ക്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ പ്രണയം പൂവ് ഇടുന്ന്, പക്ഷെ പൂവ് ഇട്ടില്ല, കായ ഇട്ടില്ല, പിന്നെയും ചീത്തവിളി. ശല്യപ്പെടുത്താൻ തീരുമാനിച്ചിറങ്ങിയിരിക്കാൻ നീ. അമൃത ബി ലൈക്ക്, പുല്ല് അഡ്രസ് പറഞ്ഞാലും ചീത്തവിളി, പറഞ്ഞില്ലെങ്കിലും ചീത്തവിളി. ഇതെന്താണിത്?
അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ചുറ്റിക്ക് എടുത്ത് പാത്രമൊക്കെ ചളക്കി ചവിട്ടി കൂട്ടി ആകെ നശിപ്പിക്കും. അപ്പൊ ഉമ്മർലാദേവി വരാൻ പോകും. അപ്പൊ ഉമ്മർലാദേവി വരുമ്പോഴേക്കും ഇവർ ഇതൊക്കെ ചാക്കി കയറ്റിട്ട് അമൃതേനോട് പറയും, നീ ഇതാരോടും പറയരുത്, എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കും പ്ലീസ്, ഇതാരോട് പറയരുത്. അപ്പൊ അമൃത പറയും, ഇല്ല ചേച്ചി ഞാൻ പറയൂല. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. മേഡം പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്തിരിക്കും. എന്നിട്ട് മായാവതി ഏർപ്പാടാക്കി ഒരു ആക്രിക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് വർഷകത്ത് കയറ്റും. പറയും, ഞാൻ പറയുന്നത് കേൾക്കണേ മോനെ. അങ്ങനെ അപ്പ കയ്യിലുണ്ടായ പാത്രം നരിവരിട്ട് ചളക്കും. ഉമ്മർലാദേവി മധുമതിയും വന്നപ്പോ വരെ ഇവര് പാത്രം ചളക്കിക്കൊണ്ടിരിക്കാന്ന്. എന്താ? എന്നാലും ഇവര് വന്നപ്പോഴും ആ പാത്രം ചളക്കണ ആക്രിച്ചേട്ടനാണ് എന്റെ ഹീറോ. എന്താ ആത്മാർത്ഥത? ആത്മാർത്ഥതയുടെ നിറം കൂട്ടാണ്. ഉമ്മർലാദേവി ചോദിച്ചു, ആര് പറഞ്ഞിട്ടാണോ താൻ വന്നേ? അപ്പൊ ആക്രിച്ചേട്ടൻ പറയും, ഈ അമൃത മോള് നിങ്ങളോട് ആരാ ഇവിടെ വരാൻ പറഞ്ഞത്? അമൃത മേഡം എവിടെ വരാൻ പറഞ്ഞത്? അമൃത എടാ കള്ള. ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ ഉമ്മർലാദേവി അമൃതേനെ എടുത്ത് അങ്ങോട്ട് എറിയും. അമൃതയുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വലിച്ചെറിയും, അതിന്റെ കൂടെ ഫോട്ടോയും വലിച്ചെറിയും. അങ്ങനെ നമ്മുടെ പാവ അമൃത പിന്നെ ഇരുന്ന് കരയും. അങ്ങനെ ഊർമിളാദേവി ചീത്ത പറഞ്ഞ വിഷമത്തിൽ അമൃത ബാഗൊക്കെ പാക്ക് ചെയ്ത് എന്തോ ഒരു പ്രതിമയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കും. അപ്പൊ നമ്മുടെ ചക്കിമോള് കൊടുത്തത് അത്. അങ്ങനെ ആ പ്രതിമേനെ കെട്ടിപ്പിടിച്ച് അമൃത പിന്നെ നിന്ന് കരയും. അത് കഴിഞ്ഞ് മേശേമ ഇരിക്കുന്ന ചിരിച്ചിരിക്കുന്ന അർജുനന്റെ ഒരു ഫോട്ടോ എടുക്കും. അർജുനനല്ല, രാവണനാ. അങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ ദേശായി വീട് വിട്ട് വാഴ പൊത്തിക്കൊണ്ട് നമ്മുടെ അമൃത കൊച്ചു വീട് വിട്ട് പോവും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അമൃത ഇനി തിരിച്ചു വരുമോ? ഉമ്മർലാദേവിയും അമൃതയും തമ്മിലുള്ള വഴക്ക് മാറുമോ? അർജുനനല്ല അവൻ നമ്മുടെ അമൃത കൊച്ചിനെ സ്വീകരിക്കുമോ? ഇവർ ഒന്നിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഉമ്മർലാദേവി വേറെന്തൊരു സംഭവം ചെയ്യുന്നുണ്ട്, നമുക്ക് കണ്ടോക്കത്. ഈ പാവത്തിന്റെ ഈ സ്വപ്നങ്ങൾ എന്നെങ്കിലും പൂവണിയുമോ? സ്നേഹം ഒരുവൾക്കായി മാത്രം നൽകിയ ഇവന് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. ശരിക്കും ഈ ചെന്നായ്ക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഇവളെ രക്ഷിക്കാൻ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കാൻ ഇവർ ഒരുങ്ങുന്നു. ഓ, അപ്പൊ ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പിസോഡ് 4 വേണ്ടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി എപ്പിസോഡ് 40 തൊട്ട് 66 വരെയുള്ള കഥയുടെ ഒരു സംഹാരം എന്നല്ലേ പറയാ, ഒരു സംഗ്രഹം ആണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അതുവരെ